ചില ഗംഭീര ചിത്രങ്ങൾ തിയേറ്ററിലേക്ക് വരാൻ പോവുകയാണ്. അതിൽ ഏറ്റവും ആകാംക്ഷയോടെ മലയാളികൾ കാത്തിരിക്കുന്നത് മോഹൻലാലിന്റെ ബറോസ് എന്ന ചിത്രമാണ്. മോഹൻലാൽ നായകനായി വേഷം വിട്ട് സംവിധാനം ചെയ്ത് എത്താൻ പോകുന്ന ബറോസ്. അപ്പോഴാണ് ആരാധകർ കാത്തിരുന്ന ചില സർപ്രൈസുകൾ അവർക്ക് മുന്നിലേക്ക് ബറോസുമായി ബന്ധപ്പെട്ട് എത്തുന്നു എന്ന വിവരങ്ങൾ വരുന്നത്. ബറോസിന്റെ ട്രെയിലർ തന്നെ ലോഞ്ച് ചെയ്യാൻ പോകുന്നു എന്നതാണ് ആ ഒരു അതിശയിപ്പിക്കുന്ന വിവരങ്ങളിൽ ഒന്ന്. ബറോസ് 3D ട്രെയിലർ ലോഞ്ച് സെപ്റ്റംബർ 6 അബുദാബിയിൽ വെച്ച് നടക്കാൻ പോവുകയാണ്. സെപ്റ്റംബർ 12 ചിത്രത്തിന്റെ റിലീസ് എന്നുകൂടി ആലോചിക്കണം. ഐഫ നിശയിലായിരിക്കും ഈ ഒരു സംഭവം അരങ്ങേറുക എന്നതാണ് റിപ്പോർട്ട്. ഐഫ ഉത്സവം 2024 എന്ന പ്രോഗ്രാമിൽ ഒരു സ്പെഷ്യൽ ട്രെയിലർ ലോഞ്ച് നടക്കുകയാണ് ബറോസിന്റേത്. ഇതിന്റെ വിവരങ്ങൾ അറിയിച്ചുകൊണ്ടാണ് ഐഫ തന്നെ സോഷ്യൽ മീഡിയയിൽ എത്തിയതും. അതിനുശേഷം 3D അല്ലാത്ത വെർഷൻ നമുക്ക് മുന്നിലേക്ക് എത്തുമോ എന്നത് കൗതുകത്തോടെ നോക്കിയിരിക്കുകയാണ് നമ്മളെല്ലാവരും. എന്തായാലും ട്രെയിലർ ലോഞ്ചിന്റെ വിവരങ്ങളൊക്കെ പുറത്തു വന്നു കഴിഞ്ഞു. മോഹൻലാൽ നായകനാകുന്ന ബറോസിന്റെ ആനിമേഷൻ സീരീസും അടുത്തിടെ പുറത്തുവിട്ടിരുന്നു. ഇപ്പോൾ ആ സീരീസിന്റെ രണ്ടാമത്തെ വീഡിയോ കൂടി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. കുട്ടികളെ ആകർഷിക്കുന്നതായിരുന്നു ആനിമേറ്റഡ് സീരീസ്. മോഹൻലാലിന്റെ ബറോസ് ആനിമേഷൻ സീരീസിന്റെ രണ്ടാം ഭാഗം പുതുതായി പുറത്തുവിട്ടപ്പോൾ ശ്രദ്ധ ആകർഷിക്കുന്നു. സംവിധാനം സുനിൽ നമ്പുവാണ്. TK രാജീവ് കുമാറിന്റേതാണ് സീരീസിന്റെ ആശയം. ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് സന്തോഷ് ശിവനാണ്. ജിജോ പുന്നൂസ് എഴുതിയ കഥയിലെടുക്കുന്ന ചിത്രം 3Dയിലാണ് എത്തുക. നിർമ്മാണം ആന്റണി പെരുമ്പാറാണ്. മോഹൻലാൽ നായകനാകുന്ന ഒരു ഫാന്റസി ചിത്രമായിരിക്കും ബറോസ്. മാർക്ക് കിലിയനും ലിഡിയൻ നാദസ്വരവുമാണ് സംഗീതം പകരുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. ഒരു വ്യത്യസ്തമായ ആനിമേഷൻ സീരീസ് ആണെന്ന് ഈ വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നിരവധി പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ എത്തിയിരുന്നു. അതേ വെർഷനിൽ വരുന്ന ഈ സീരീസിന്റെ രണ്ടാം ഭാഗം കൂടി അവതരിപ്പിച്ചിരിക്കുകയാണ് ബറോസ് ആൻഡ് വൂഡോ എന്ന് പറയുന്ന ഈ സീരീസ്. ആദ്യം കണ്ട അതേ പാറ്റേണിൽ തന്നെ വന്ന ഇത് വ്യത്യസ്തമായ ഒരു അനുഭവം കുട്ടികൾക്ക് സമ്മാനിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. കുട്ടികളെ കാണിക്കേണ്ട വീഡിയോ കൂടിയാണ് ഇതെന്നും പറയപ്പെടുന്നു. ഒപ്പം ഈ സീരീസിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും അതിനുപയോഗിച്ചിരിക്കുന്ന ശബ്ദ മിശ്രണങ്ങളും ഒക്കെ ഗംഭീരമായിരിക്കുന്നു എന്നതാണ് മറ്റൊരു ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന കാര്യവും. ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ബറോസിനൊപ്പം തിയേറ്ററുകളിൽ എത്താൻ പോകുന്ന മറ്റൊരു ഗംഭീര ചിത്രത്തിന്റെ കാര്യം കൂടി പുറത്തു വരുന്നത്. വിജയ് നായകനാകുന്ന ഏറ്റവും പുതിയ ചിത്രം ദ ഗോട്ട് പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ്. കേരളത്തിലും നിരവധി ആരാധകരുള്ള തമിഴ് താരമാണ് വിജയ്. ഏറ്റവും വലിയ ക്ലാഷ് വയ്ക്കാൻ കഴിയുന്ന ആളുകൂടിയാണ് വിജയ്. ദ ഗോട്ട് എന്ന വിജയ് സിനിമയുടെ ചിത്രീകരണം തിരുവനന്തപുരത്ത് നടന്നിരുന്നു. ദ ഗോട്ടിന് കേരളത്തിൽ നിന്ന് തിയേറ്റർ റൈറ്റ്സ് ലഭിച്ച തുക പുറത്തു വന്നിരിക്കുകയാണ്. ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ്സ് വിറ്റത് 17 കോടിക്കാണെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. ലിയോയ്ക്ക് ലഭിച്ചതിനേക്കാൾ കൂടുതൽ വിജയുടെ ദി ഗോട്ടിന് ലഭിച്ചിരിക്കുന്നു എന്നതാണ് റിപ്പോർട്ടുകൾ. കേരളത്തിൽ നിന്നും ഒരു അന്യഭാഷാ സിനിമയ്ക്ക് ലഭിക്കുന്ന ഉയർന്ന തുകയാണെന്നും റെക്കോർഡാണെന്നും സിനിമാ ട്രേഡ് അനലിസ്റ്റുകൾ ചൂണ്ടിക്കാണിച്ചു. സംവിധായകൻ വെങ്കട് പ്രഭുവിന്റെ പുതിയ ചിത്രത്തിനായി ഡി ഏജിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് തളപതി വിജയെ ചെറുപ്പമാക്കിയിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു. അതിനുശേഷം ചിത്രത്തിന്റെ ഒരു ടീസർ വീഡിയോ എത്തിയപ്പോൾ അത് വ്യക്തവുമായി. മോഹൻലാലിനൊപ്പം വിജയും കൂടി ഓണത്തിന് നമുക്ക് മുന്നിലേക്ക് എത്തുകയാണ്. വിജയുടെ ദി ഗോട്ട് മോഹൻലാലിന്റെ ബറോസും തമ്മിലാണ് ഏറ്റുമുട്ടാൻ പോകുന്നത്. ഇതാണ് ഏറ്റവും വലിയ ക്ലാഷ് കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്നതും യാതൊരു സംശയവുമില്ല. ലിയോ എന്ന ചിത്രത്തിന്റെ റേറ്റ്സിനേക്കാൾ കൂടിയ റേറ്റ്സിലാണ് കേരളത്തിലേക്ക് ഈ ചിത്രം എത്താൻ പോകുന്നത്. എന്നാൽ ഈ തുകയ്ക്ക് മുകളിലുള്ള കളക്ഷൻ ലഭിക്കും, വലിയ ലാഭം ഉണ്ടാക്കും എന്നതൊക്കെയാണ് മൂവി അനലിസ്റ്റുകൾ അസസ് ചെയ്യുന്നത്. ലിയോ എന്ന ചിത്രം ആകെ നേടിയത് 620 കോടിയാണ്. അന്ന് ഏകദേശം 15 കോടിക്ക് മുകളിലായിരുന്നു ലിയോയുടെ റേറ്റ്സ് വാങ്ങിയത്. സിമ്പിളായിട്ട് അതൊക്കെ കവർ ചെയ്തെടുത്തു ലിയോ കേരളത്തിൽ നിന്നും. അപ്പോൾ ഏറ്റവും പുതിയ വിജയ് ചിത്രത്തിന് ഇത് സിമ്പിളായി സാധിക്കുമെന്നാണ് അവർ പറയുന്നത്. എന്നാൽ ഇത്തവണ വിജയ്ക്കൊപ്പം മോഹൻലാലും എത്തുന്നു ബറോസ് എന്ന ചിത്രവുമായി. എന്നാൽ ബറോസിനൊപ്പം വിജയുടെ ദ ഗോട്ട് മാത്രമല്ല, മലയാളത്തിൽ നിന്നും മറ്റൊരു വമ്പൻ ചിത്രം കൂടി എത്തുന്നു എന്ന വിവരങ്ങളാണ് ഇന്നേ ദിവസം ലഭിക്കുന്നതും. അത് മറ്റാരുടെയും ചിത്രമല്ല, ടൊവിനോ തോമസ് നായകനാകുന്ന അജയന്റെ രണ്ടാം മോഷണം എന്ന ചിത്രം തന്നെയാണ്. അജയന്റെ രണ്ടാം മോഷണത്തിന്റെ റിലീസുമായി ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങളും നിയമ തടസ്സങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും സെപ്റ്റംബർ 12 തന്നെ ഓണം റിലീസായി ഈ ചിത്രം വേൾഡ് വൈഡിൽ എത്താൻ പോകുന്നു എന്ന വിവരങ്ങളാണ് വന്നിരിക്കുന്നത്. തിയേറ്ററിൽ ഇതുമായി ബന്ധപ്പെട്ട ചിത്രത്തിന്റെ പോസ്റ്ററുകളൊക്കെ ഉയർന്നു കഴിഞ്ഞു. മൂവി അനലിസ്റ്റുകൾ ഈ ചിത്രത്തിന്റെ റിലീസ് പറഞ്ഞിരിക്കുന്നത് സെപ്റ്റംബർ 12 തന്നെയാണ്. അതായത് ബറോസിനൊപ്പം തന്നെയാണ് അജയന്റെ രണ്ടാം മോഷണവും വേൾഡ് വൈഡിൽ റിലീസാകുന്നത്. അങ്ങനെ ഓണത്തിന് മാറ്റുരയ്ക്കാൻ ഗംഭീര സിനിമകൾ മലയാളത്തിൽ നിന്നും ഒപ്പം അന്യഭാഷയിൽ നിന്നും ഒക്കെ എത്തുന്നു.